എല്ലാവർക്കും നമ്മുടെ മൈക്രോഫോണിലെ മറ്റൊരു കിടക്കാച്ചി മോട്ട് പാക്ക് വീഡിയോയിലിട്ട് അവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് കൂടെ ഉള്ളത് പ്രശസ്ത യൂട്യൂബർ എൻസോ ആണ്. ഹലോ. അയ്യോ ബാക്കിൽ തോമ്പി നല്ല കണി കാണൽ. എൻസോ എൻ്റെ ഒരു ഫ്രണ്ടാണ്. എൻ്റെ പുതിയ ചാനലാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊളാബ് സെക്ഷനിലും ഉണ്ടാകും. അപ്പോൾ കൊളാബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ മോഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ് കൊറേ ഹൊറർ മോഡ്സും പിന്നെ എൻജോയും അതാണ് ഇന്നത്തെ മോഡ്. അപ്പോ ഹൊറർ മോഡിന്റെ കാര്യം പറയുവാണെങ്കിൽ ഹൊറർ മോഡ് എനിക്കും അറിയത്തില്ല, എല്ലാം സർപ്രൈസ് ഹൊറർ മോഡ്സ് ആണ്. അതായത് ഒറ്റ മോഡ് കയറ്റി ആ ഒറ്റ മോഡിന്റെ പേരാണ് സർപ്രൈസ് മോഡ്. അതായത് അതിനകത്ത് കുറെ മോഡ്സ് ഉണ്ട് ഫേമസ് ആയിട്ടുള്ള. ഉദാഹരണത്തിന് മിമിക്കർ, ഷാഡോ സ്റ്റൈക്കർ, അങ്ങനത്തെ പിന്നെ നമ്മള് പിന്നെ അറിയാലോ ഹൊറർ മോഡ്സിന്റെ ഒരു പേടിയില്ല. എൻസോക്ക് എങ്ങനെയാന്ന് അറിയത്തില്ല. എനിക്ക് ഒട്ടും പേടിയില്ല. അത് ഈ വീഡിയോയിൽ തെളിയും. ശാന്ത സുന്ദരമായ വേൾഡാണ്. തുടക്കത്തിൽ തന്നെ ഒരു പ്രോബ്ലം ഞാൻ കാണുന്നില്ല. പക്ഷെ ഒരു പ്രോബ്ലം ഞാൻ ഒരു പ്രോബ്ലത്തെ മാത്രം കാണുന്നുണ്ട്. നല്ല ഫോണായിരിക്കുന്നത് നല്ല കിടുക്കാച്ചി സ്ഥലത്തായിട്ട് പിന്നെ വലിയ സീനില്ല കേട്ടാ. എൻസോ ഇതിനകത്ത് പേടിച്ചില്ലെങ്കിൽ എൻസോക്ക് ഞാൻ ഒരു മന്തി മേടിച്ചിരുന്നു. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഷീപ്പിനെ കൊല്ലണം. എന്നിട്ട് നമുക്ക് എന്നിട്ട് ബെഡ് ഉണ്ടാക്കണം. എടാ ഈ രണ്ട് മരവും കൂടി കെട്ടിപ്പിടിക്കുന്നു. മാമേറ്റായ അങ്ങനെ കാണാൻ പാടില്ല. അച്ചട്ട്. ഓ ഇത് ഈ ഷെയ്ഡർ വയ്ക്കണ എൻസോ. കിടിലൊന്നും പറയണ്ട, ഒരു ഫോഗ് വൈബ്. പണ്ടത്തെ മൈൻക്രാഫ്റ്റിന് ഫോഗ് വൈബ് സീഡില്ല. വയോമൊന്നും മാറ്റുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഫോഗ് വൈബി പിടിക്കുന്ന ഷെയ്ഡറാ. ഇതോ സൂര്യനൊഴുകി ചന്ദ്രൻ സൂര്യനൊഴുകി. അപ്പൊ നമുക്ക് ഏറിൽ നിന്ന് ചെയ്യാലേ. അപ്പൊ തടി വെട്ടി തന്നെ നമുക്ക് തുടങ്ങാം. അയ്യോ എന്റെ പ്ലാങ് ഫുള്ള് സ്റ്റിക്കാക്കി. 40 സ്റ്റിക്കർ. ആർക്കെങ്കിലും വേണോ സ്റ്റിക്കർ? അല്ലെങ്കിൽ ഈ കീബോർഡ് നമ്മളെ ചതിക്കും. എപ്പോഴും അങ്ങനെയാണ്. ഈ അനുഭവം വരാത്ത ഒരു യൂട്യൂബർ ഒരു ലോകത്തിലാന്ന് എനിക്ക് തോന്നുന്നത്. ഡ്രീമിന് വരുന്നത് പറ്റിയിട്ടുണ്ട്. എനിക്കിപ്പോഴൊന്നുമല്ല, എനിക്ക് എപ്പോഴും വന്നതാ. ഒരു ദിവസം ഡയമണ്ട് കഷ്ടിച്ചത്. എനിക്കറിയാം ബെഡ് റോക്കിൽ ഡയമണ്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് 34 ഡയമണ്ട് മൈൻ ചെയ്തിട്ട് ഒരു 5-6 ചെസ്റ്റ് ഉണ്ടാക്കി വെച്ചു. എനിക്ക് വന്ന കരി ഒന്ന് പോയി ഇറങ്ങിയിട്ട് വാ. അയ്യോ പേടിച്ചും പോയി. നമുക്കപ്പോ സ്റ്റോൺ ചെയ്ത് തന്നെ തുടങ്ങാം. നമ്മളെ ഇപ്പൊ തന്നെ കലാണ്. ഹൊറർമോഡ്സൊന്നും ഇല്ലട ഇതിനകത്ത്. കഴിഞ്ഞോട്ടം കളിച്ചപ്പോ തുടങ്ങണോ തൊട്ട് അവസാനം വരെ മോഡ്സ് ആയിരുന്നു. വെള്ളമായിരുന്നു മോഡ്. നോയിക്കോടാ എന്റെ സ്കില്ല്. പിന്നെ നമുക്ക് തണ്ണിമത്തങ്ങ ഇവിടെ കിട്ടും, ഫ്രീ ഫുഡ്. എടാ എൻസോ, നമ്മളിവിടെ ഫോണായിരിക്കുന്ന ഫോറസ്റ്റിലായോണ്ട് തന്നെ തണ്ണിമത്തം കിട്ടും, ഫ്രീ തണ്ണിമത്തൻ. പൈസ നോക്കും. അപ്പൊ ഹീറോ ഷാഡോ സ്റ്റൈക്കർ ഇപ്പൊ തന്നെ എന്തിനാ വന്ന് അവിടെ ഫസ്റ്റത്തെ മുതല്? ഹായ്, ഇത് എൻഡർമാനാന്നാ തോന്നുന്നത്. കൈ കുറച്ച് വെളുത്തതേ ഉള്ളൂ. അടിക്കാൻ പറ്റുമോ? അദർശിനാണ് ഡിമോണിക് ബച്ചർ. ഓ ഞാൻ ഇവര് ഫോട്ടോ എടുക്കട്ടെ. അയ്യോ ഇതെന്താ എടാ ഇവനോടെ കുടുങ്ങിയിരിക്കുമെന്ന് തോന്നുന്നു. അവന്റെ മോന്ത കണ്ട. നമുക്ക് കുണ്ടി നോക്കാം. കുണ്ടി പുകയൊക്കെ വലുത്. കുളിക്കത്തുമില്ല, നനയ്ക്കത്തുമില്ല. എൻസോനെ പോലെ.
എടാ ഇവിടെ ഷാഡോ സ്റ്റെൽക്കർ ബഗ് ആയിട്ടിരിക്കുന്നു തോന്നുന്നു. അയ്യോ ആരത്? ആ, അടിയിൽ പിടിക്കാനായി എന്റെ കുഞ്ഞ് പേടിച്ചു പോയി. തിരിഞ്ഞു നോക്കിയപ്പോ ഒരു ഭൂതം. എനിക്ക് മിന്നിക്കത്തുന്ന ഈ ഇരുട്ട്. എനിക്കും. ഇവിടെ ഇപ്പൊ ഒരു രൂപം അപ്രത്യക്ഷപ്പെട്ടു. സ്പീഡ് നടക്കാനും പറ്റുന്നില്ല. സ്പീഡ് നടക്കാൻ പറ്റത്തില്ലേ? ശരിയാ, സ്പീഡ് എടുക്കാൻ പറ്റുന്നില്ല. MC ഫൈനൽ MC ഈസ് കമ്മിങ്. പരീക്ഷയൊക്കെ കഴിഞ്ഞ MC. ബ്രോ ബാക്കി. അയ്യോ അയ്യോ ബാക്കിൽ നിന്നിട്ട് ഒരു ഉമ്മ വരുമ്പോ അവളാ പറയണേ ബാക്കിൽ വന്നത്. വീണ്ടും ശാന്തസുന്ദരമായ ഇടയ്ക്ക് ഈ കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ഓ മൈ ഗോഡ്. അങ്ങോട്ട് നോക്കൂ. എങ്ങോട്ട്? അയ്യോ ആ മഴ മണ്ണിലോട്ട് കാണുന്നുണ്ടോ? എവിടെ എവിടെ? എടാ നീ പോയി നോക്കിട്ടോ. ആ പോയി നോക്കിട്ടാ. എനിക്കാരും പേടി. മോണിന്റെ തന്തനെ പിടിച്ചടിച്ചവനാണ് ഞാൻ MC. ഇതാരാ? അയ്യോ മിക്കറായിട്ട് ഞാൻ ഒരു ബന്ധം ഇല്ലാത്തല്ലേ പിന്നെ. ആദർശ എൻസോ കൊന്നേ. നോക്കി നീ ഇപ്പൊ എന്റെ പിന്നാലെ ഓണാ ഭ്രാന്തന്മാരെ. അയ്യോ ഭ്രാന്തന്മാരെല്ലാരും അസംബിളായേ. ഹായ് മിമിക്കർ ചേട്ടാ, സുഖം തന്നെയല്ലേ? അയ്യോ സമാധാനം. കണ്ടോ എന്നെ മോഡ്സ് ഒന്നും കൊല്ലത്തില്ല, ഞാൻ തന്നെ. അയ്യോ ഇതാരത്? ആ എന്തോനെ പിടിച്ചതാ. ഇതാരാ എന്നെ അടിക്കുന്നത്? എന്റെ ബാക്കിലുണ്ടെന്ന് പറയരുത്. എന്റെ ബാക്കിലുണ്ടെന്ന് തോന്നണത്. അയ്യോ കോപ്പുണ്ടാക്കാനായിട്ട് ഇങ്ങനെയാണ് ഞാനില്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ വാക്കും മാറ്റി. എനിക്ക് ലൈക്കിനും വേണ്ടിട്ട് അഭിനയം. ഞാൻ ഇപ്പൊ റെക്കോർഡ് ചെയ്യും അല്ലെങ്കിൽ ഓടിക്കോളാ. എന്നെ കണ്ട് വന്നില്ല. അയ്യോ എവിടെ കാലം പോയോ? അടുത്തത് നമ്മുടെ വേട്ടയാവാൻ പോകുന്നത് എൻസോയാണ്. അയ്യോ ഓടിക്കോ രാമ, പതിയെ പോടാ. എനിക്ക് വഴി അറിയത്തില്ല. എനിക്ക് മൈൻക്രാഫ്റ്റ് ഫീൽഡിന്റെ വഴി അറിയത്തില്ല. അതെ മച്ചാനെ വന്നു. അയ്യോ പെട്ട് സന്തസുന്ദർ. എടാ എന്റെ രൂപം വെച്ചിട്ട് ഇത്ര നേരം വന്നോണ്ട് ഇനി മിമിക്കർ വരത്തില്ല. ഷാഡോ സ്റ്റെൽക്കർ ചുമ്മാ വന്നിട്ട് രണ്ട് പനി പിടിച്ച പോലെ വിറച്ചിട്ട് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. മിമിക്കർ ഇനി വരത്തില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. മിമിക്കർ വരത്തില്ല. ഇവനേതാ ഈ പൊട്ടൻ? ഓ ചന്ദ്രൻ നോക്കിയ ക്യൂബ് പോലെ ഇരിക്കണ്. ക്യൂബ് പോലെ ക്യൂബ്ക്രാഫ്റ്റ്. ഞാൻ നിന്നെ അടിക്കാൻ വേണ്ടി ചാടിയതാ. നോക്കുമ്പോ അപ്പുറത്തെ കാട്ടിലെത്തി. ക്രീപ്പറിന് ഓരോരോ കളികളെ. ഇത് ക്രീപ്പർ ഫാം അല്ലേ? ഇത് ഫാമാ. അവന്മാരൊന്നും വരത്തില്ല എന്നാ തോന്നുന്നേ ആദർശേ. ഒരു റോസ് രൂപം ഇവിടെ വന്നു. ഞാൻ കണ്ടൊന്നുമില്ല, നീ മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾ കണ്ടെങ്കിൽ ഞാൻ മനുഷ്യരെ തീർക്കാനായിട്ട് ഓരോരോ ക്രീപ്പറിനെ പടച്ചുവിട്ടേക്കുവാ മോജാങ്. നിങ്ങൾക്ക് മിമിക്കറിന്റെ സ്റ്റോറി കാണണമെങ്കിൽ ഞാനാണെങ്കിൽ എന്റെ കമന്റ് സെക്ഷനിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാവും, ലിങ്ക്. അത് വെച്ച് വില്ലേജ് ചെക്ക്ഔട്ട് ചെയ്യാ. കാരണം മിമിക്കറിന്റെ ഫുൾ സ്റ്റോറി ഞാൻ MC ഗെയിമറും പിന്നെ വിഷ്ണുവും 3 പേര് ഒരുമിച്ചിരുന്ന് കളിച്ചിട്ടുണ്ട്. ഫുൾ സ്റ്റോറി അപ്പൊ അവന്റെ ശരിക്കത്തെ സ്റ്റോറി MC ഗെയിമർ ഞാനൊക്കെ കണ്ടുപിടിച്ച് കളിച്ച് പൊളിയാക്കി മൈബാലിയാക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക, കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കുക, രണ്ടും ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തിനൊക്കെ ഒന്ന് ചെയ്യാ.
ഇങ്ങോട്ടൊന്ന് എന്താണ് അല്ലാ ഇവിടെ എത്ര നല്ല ബെഡ് ഉണ്ടായിട്ട് അവരിവിടെ താഴെ കിടക്കണത് അടിച്ച് പുറത്താക്കിയതാണെന്ന് തോന്നുന്നു. ഓ മൈൻക്രാഫ്റ്റിന് പുതിയ അപ്ഡേറ്റ് വന്ന്. മൈൻക്രാഫ്റ്റിന് പുതിയ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്കിന്ന് തറയിലും കിടക്കാം. എന്താ പോലെ കിടക്കുന്നേ, സ്വപ്നവും കണ്ട് കിടക്കുവാണ്. ബെഡ് ഇത്ര നല്ല പച്ച ബെഡ് ഉണ്ടായിട്ട് അവൻ. എടാ അയ്യങ്കോളം ഇതൊന്നും കാണുന്നില്ലേ? എടാ അയ്യങ്കോളം ഇവിടെ അടുത്തിലാണെങ്കിൽ വിറച്ചു പനി പിടിക്കുന്നു. നീ പോയി മരുന്ന് മേടിക്ക്. ഞാൻ ഫ്രണ്ടിനെ തൊടുന്നോളാം. കുറച്ചോനെ അടിച്ചാവൻ നോക്കണ ബ്ലോക്കില്ലെന്ന് മണ്ടൻ. റോഡ് 2K ആണ് അറിയാലോ. പിന്നെ താങ്ക്സ് ഫോർ 1.40K സബ്സ്ക്രൈബ്സ്. നിങ്ങളുടെ സപ്പോർട്ട് കാരണം നമുക്ക് അത്ര അടിക്കാൻ പറ്റി. അപ്പൊ ഇനി നമ്മുടെ ലക്ഷ്യം റോഡ് 2K ആണ്. സപ്പോർട്ട് കരോ യൂട്യൂബർ കുണ്ടി ഇതെന്താ? എടാ നിന്റെ ചന്തി എരിഞ്ഞുകൂടാ, ഇതിന്റെ മണ്ടയിരിക്കുന്ന കുണ്ടി എരിഞ്ഞു. ഒന്നുമില്ല, നീ ഇത് കാണാൻ പാടില്ല. വയലൻസ് ആടാ, കൊട്ടും വയലൻസ്. പെട്ടെന്ന് രാത്രിയായി. അയ്യോ എൻസോ, പെട്ടെന്ന് രാത്രിയായി. ടിക്കറ്റൊക്കെ വന്നിരിക്കണു. എനിക്കൊന്നും അറിയത്തില്ലാട്ടാ. അല്ലാതെ പെട്ടെന്ന് രാത്രിയായി. ഇടിയിപ്പോ പിന്നെയും മോൺസ്റ്റേഴ്സ് വരും. നിങ്ങളിപ്പോ വിചാരിക്കും ഞാൻ എന്തിനാണ് എപ്പോഴും കയ്യിൽ അയൻസോടും പിടിച്ചിരിക്കുന്നത്. വെറുതെ പട്ടിച്ചു വരെ ഗൈസ്. അതിനകത്ത് നോക്കാൻ പോകത്തെ എന്റെ ലൈൻസൂട് അങ്ങനെ വിചാരിക്കട്ടെന്നേ. ഇതൊക്കെ ഒരു ഫണ്ണല്ലേ. ഞാൻ മാത്രമേ ഉള്ളൂ കാണുന്നത്. 3-5 വട്ടം കൊന്നപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത്. താങ്കൾ ഇത്രയും വട്ടം കൊന്നത് മോനൂസിനെയാണ്. എടാ രൂപം പിന്നെ വന്ന്. അപ്പൊ ഇവിടെ ഉണ്ടാ രൂപം, ഒരു റോസ് രൂപം. ായിട്ട് എനിക്കിത് ഇഷ്ടല്ല. ഇവ നമ്മളെ ഒന്നും ചെയ്യത്തില്ലെങ്കിലോ. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോ ഒരു ഒറ്റയ്ക്കൊരു രൂപം. നീ കൊറേ നാളെ പേടിപ്പിക്കാൻ വേണ്ടിട്ട്. എടാ മിമിക്കറല്ലേ അവിടെ ഇരുന്നേ? അപ്പൊ കേസ് അപ്പൊ ഇന്നത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒരു ലൈക്ക് മേടിക്കുക. അപ്പൊ മറ്റൊരു കിടക്കാച്ച ഈ വീഡിയോ തന്നെ ബൈ ബൈ. പിന്നെ ഒന്നുകൂടെ പറയാണ്, എന്നോടെ ചാനൽ മറക്കാൻ സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്. ഇനി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അവന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ട.